സാർ, നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? ദേവ, പുത്രഭാഗ്യമില്ലാത്ത ഈ അഗതികൾക്ക് മറ്റെന്താണ് വേണ്ടത്? നമ്മുടെ വംശം നിലനിർത്താൻ നമുക്കൊരു പുത്രനുണ്ടാകണം. പുത്രനുണ്ടാകും. പക്ഷേ എന്താണ് ദേവ ഒരു പക്ഷേ? രാജൻ, ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഇക്കാര്യം നടക്കൂ. വ്യവസ്ഥയോ ദേവ? അതെ, എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി. പറയൂ ദേവ, ഏത് വ്യവസ്ഥയും ഞങ്ങൾ അംഗീകരിക്കാം. ശരി, എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മകനെ 10 വയസ്സ് തികയുമ്പോൾ ഉപനയനം നടത്തി എൻ്റെ അടുത്തേക്ക് അയക്കാം. ദേവ, അങ്ങ് എന്താണ് പറയുന്നത്? ഈശ്വര, ഇതെന്ത് പരീക്ഷണമാണ്! നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ നിരാലംബനായി ബാലന്റെ ജീവൻ കോപിക്കരുത്. ഇത് അന്യായമാണ്. മഹർഷി, നമ്മുടെ മകനെ കാണാനില്ല. നീ ആഗ്രഹം കൊടുക്കാതിരിക്കാൻ. കൊള്ളാം, നിങ്ങളുടെ മകൻ രക്ഷപ്പെടും. യാഗം നടക്കുകയും ചെയ്യും. ഗുരുവിന്റെ ബുദ്ധി കൊള്ളാം. ഞാൻ വേദങ്ങൾ അനുശാസിക്കുന്ന വിധികൾ മാത്രമേ ഉപദേശിക്കാറുള്ളൂ. പുത്രന്മാർ 12 വിധമാണ്. 11 വിലക്കെടുക്കുന്ന പുത്രൻ. ഉണ്ണി, ഈ നീതന്മാരിൽ നിന്ന് നിനക്ക് നീതി ലഭിക്കുകയില്ല. ഞാൻ നിനക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തരാം. ഈ മന്ത്രം നീ ഏകാഗ്രതയോടെ ഉരുവിട്ടാൽ വരുണദേവൻ നിന്നെ രക്ഷിക്കും. ഇല്ലെങ്കിൽ ഞാൻ മഹർഷിയല്ല. നിർത്തുക, യാഗം നിർത്തുക. ഈ ബാലൻ എന്നെ അഭ്യപ്രാപിച്ചവനാണ്. നൽകി കൂടാതെ ഇവിടെ യാഗത്തിന്റെ ഫലം കരിച്ചത് അനുഭവിക്കട്ടെ. ശരി, ഈ കുട്ടി ഇനി ഇവിടെ ജീവിക്കട്ടെ. വേണ്ട, പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇവന്റെ മേൽ നിങ്ങൾക്കുള്ള അവകാശം നഷ്ടപ്പെട്ടു. ഇവന് പുനർജന്മം കൊടുത്തത് ഞാനാണ്. ഇവനെ ഞാൻ കൊണ്ടുപോകും.